അതിജീവനത്തിന്റെ പാതയിലുള്ള വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് ഇത് വീണ്ടും കാത്തിരിപ്പിന്റെ വിഷുക്കാലമാണ്. ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം വൈകുന്നതിനാൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് ഇനിയും പുതിയ വീടുകളിൽ താമസം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയ വീടുകളിലും താമസക്കാർ എത്താത്തതോടെ ഇത്തവണയും വാടക വീടുകളിലും ബന്ധുവീടുകളിലും പരിമിതമായ സൗകര്യങ്ങളിലാണ് ഇവരുടെ വിഷു ആഘോഷം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ പണി കഴിപ്പിച്ച ടൗൺഷിപ്പിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു ടൗൺഷിപ്പിന്റെ മുമ്പിൽ നിന്ന് തന്നെ നമ്മൾ പലതവണ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ വരാൻ കാരണം ഈ ടൗൺഷിപ്പിലെ 178ഓളം വീടുകൾ ഒരു 1.5 മാസം മുമ്പ് സർക്കാർ ഗുണഭോക്താക്കൾക്ക് നൽകിയെങ്കിലും ഇവിടെ ആരും തന്നെ താമസം ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല. ഒരുപക്ഷെ ഇരു മുന്നണികളും ഇലക്ഷൻ ആയുധമായി അല്ലെങ്കിൽ ഒരു പ്രചരണ ആയുധമായി തെരഞ്ഞെടുത്തത് ഈ ടൗൺഷിപ്പും അതുപോലെ തന്നെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുമാണ്. എന്നാൽ ഇപ്പം നമ്മളുള്ളത് സർക്കാരിൻ്റെ വീടാണ്. ഈ സർക്കാരിൻ്റെ വീട് ഈ 178ഓളം വീടുകൾ അന്ന് ഉദ്ഘാടനം നടത്തി താക്കോൽ കൈമാറി എന്നൊക്കെ പറഞ്ഞെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ താമസം ആരംഭിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ പണികൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം, ഇപ്പോഴും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കുറഞ്ഞ വീടുകൾ മാത്രം പണി പൂർത്തിയായി എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ സൗകര്യമോ അല്ലെങ്കിൽ ഡ്രൈനേജിൻ്റെ പണികളോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിയിട്ടില്ല, അതുപോലെ തന്നെ പണികൾ പലതും പൂർത്തിയായിട്ടില്ല എന്നുമൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ 178 വീടുകൾ സർക്കാർ കൊടുക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ അവർക്ക് താമസിക്കാനുള്ള ഒരു ഉറപ്പിന്മേലായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. തന്നെ പല ബൈറ്റുകളും നമ്മൾ രാഷ്ട്രീയ നേതാക്കളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ബൈറ്റുകൾ നമ്മൾ വിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇലക്ഷൻ അടുത്തോടുകൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഈ വിഷുവിന് ഇവിടെ കുറച്ച് ആളുകൾ ഈ വീട് പാല് കാച്ചും എന്ന് പറഞ്ഞിരുന്നു. അത് വെച്ച് നമ്മൾ കുറച്ച് വീട്ടുകാരെ കാണാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ ആർക്കും അത്തരത്തിൽ പാല് കാച്ചലോ അല്ലെങ്കിൽ വീട്ടിൽ കൂടലോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടകരമായ അവസ്ഥ. ഇവിടെ നമ്മൾ ടൗൺഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ദുരന്തം നടന്നപ്പോൾ നിരവധി ആളുകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെയായി ഏതാണ്ട് 740 കോടിയോളം സർക്കാരിൻ്റെ കയ്യിൽ ലഭിച്ചുവെങ്കിലും ഇത് ഇങ്ങനെ ഒരു മന്ദഗതിയിൽ ഇത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഏതാണ്ട് 300 കോടിക്ക് അടുത്ത് മാത്രമേ ഈ ഒരു ടൗൺഷിപ്പിന് ചെലവ് വരുവുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ബാക്കി പണം സർക്കാരിന്റെ കയ്യിൽ തന്നെ കിടക്കുകയാണ്. എന്നാൽ ഇതേപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ വീടും. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീട് അവിടെ തറക്കല്ലിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതും രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു തറക്കല്ലിടലും അതുപോലെ തന്നെ അടുത്ത ദിവസം തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ യാതൊരു പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ നമുക്ക് എടുത്തു പറയാം. അപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ സർക്കാരും ഇതേപോലെ തന്നെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പറ്റിക്കുക എന്നല്ല, ഒരുപക്ഷെ സമയബന്ധിതമായി കാര്യങ്ങൾ നടത്താതെ അവർക്കൊരു ആശ കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ലീഗിന്റെ വീടും ഇതുപോലെ തന്നെ ഈ സർക്കാർ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനത്തിന്റെ മുമ്പ് നടന്നതാണ്. ഏതാണ്ട് 50ഓളം വീടുകൾ പണി പൂർത്തിയായി അവർക്ക് ആ വീടുകൾ കൈമാറി. പക്ഷേ ഇപ്പോൾ അവിടെയും ആരും താമസമില്ല. പക്ഷെ അവിടെയും പറയുന്നത് പല കാരണങ്ങളാണ്. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം ഈ പട്ടയം അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പട്ടയ കൈമാറ്റം നടന്നിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ പട്ടയ കൈമാറ്റം നടന്നിട്ടില്ലെങ്കിലും അവർക്ക് താമസിക്കുന്നതിനുള്ള എല്ലാ രേഖകളും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ നേതാക്കൾ പറയുന്നത് അവിടെ താമസിക്കുന്ന എല്ലാവർക്കും കൂടി അവിടെ ഒരു ഹൗസ് വാമിംഗ് നടത്തണം, അല്ലെങ്കിൽ നേതാക്കളെ എല്ലാവരെയും വിളിച്ചൊരു വീട്ടുകൂടൽ ചടങ്ങ് നടത്തണം. അതിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ നേതാക്കളെ എല്ലാവരെയും കൂട്ടി എപ്പോഴാണ് ചടങ്ങ് നടത്തുക എന്ന് നമുക്കറിയില്ല. എന്തായാലും ലീഗിന്റെ വീടുകളിലും ആളുകൾ താമസമാക്കിയിട്ടില്ല. ഇവിടെ തന്നെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം, ഒരു വിഷു ദിവസം, ഇവിടെ ആളുകൾ പാല് കാച്ചുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ദുരന്ത ബാധിതർ അല്ലെങ്കിൽ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ അവർ ഒരു ദുരന്തം അനുഭവിക്കുകയും നിരവധി ആളുകൾ അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തെങ്കിൽ പോലും അവർക്ക് അത് അവരുടെ കൈകളിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കൊരു സങ്കടകരമായ കാര്യം തന്നെ ആയിട്ട് പറയാൻ കഴിയും. എന്തായാലും ഒരുപക്ഷെ ഈ വീടുകൾ കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവർക്ക് ഈ വീടുകൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ വിഷുവിനും ദുരന്ത ബാധിതർ വാടക വീടുകളിൽ വിഷു ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എത്രയും പെട്ടെന്ന് അവർക്ക് വീട് കിട്ടണേ, അല്ലെങ്കിൽ അവർക്ക് അവിടെ താമസയോഗ്യമാകണേ എന്ന് മാത്രമാണ് നമ്മളുടെയും ആഗ്രഹം. എന്തായാലും എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് കൽപ്പറ്റയിൽ നിന്ന് ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.